നീർമാതളം പൂത്ത കാലം. ഇതൊരു കഥയാണ്. ഒരു വീടിൻ്റെ, ഒരു കുട്ടിയുടെ, പൂത്തുലഞ്ഞ ഒരു നീർമാതളത്തിൻ്റെ. നമ്മൾ എല്ലാവരും ഒരിക്കലെങ്കിലും തിരികെ പോകാൻ ആഗ്രഹിച്ച ഒരു ബാല്യകാലത്തിൻ്റെ കഥയാണ്. വീടെന്നാൽ അവൾക്ക് ഒരു കെട്ടിടം മാത്രമായിരുന്നില്ല. അത് ഒരു സുരക്ഷിത ലോകമായിരുന്നു. വലിയ തറവാട് വീട്, ചുറ്റും മരം നിറഞ്ഞ മുറ്റം, പുല്ലിൻ്റെ മുകളിൽ ചൂടില്ലാതെ പാദങ്ങൾ വയ്ക്കാൻ പറ്റുന്ന ഭൂമി. ആ മുറ്റത്തിൻ്റെ ഒരു വശത്ത് എല്ലാ വർഷവും കാത്തിരുന്ന പോലെ പൂക്കുന്ന നീർമാതളം. നീർമാതളം പൂത്താൽ അവൾക്ക് വളരെ സന്തോഷമാണ്. പൂക്കൾ വീണുകിടക്കുന്ന മുറ്റം അവളുടെ കണ്ണിൽ ഒരു ഉത്സവമായിരുന്നു. അവൾക്ക് പുറത്തെ ലോകം അത്ര ആകർഷകമായിരുന്നില്ല. പുറത്തേക്ക് പോകുന്നതിലും ആ വീട്ടിലിരിക്കുന്നതിലായിരുന്നു അവൾക്ക് സന്തോഷം. അമ്മമ്മയുടെ കഥകളും ഉച്ചയുറക്കവും മഴ പെയ്യുമ്പോൾ ജനലിലൂടെ വീഴുന്ന കാറ്റും ഇതെല്ലാം ചേർന്നതായിരുന്നു അവളുടെ ജീവിതം. നീർമാതളം പൂക്കുന്ന കാലം അവളുടെ മനസ്സിൽ സ്വാതന്ത്ര്യത്തിൻ്റെ കാലമായിരുന്നു. അവിടെ സമയം ഓടിയിരുന്നില്ല. ദിവസങ്ങൾ പതുക്കെ നീങ്ങുകയായിരുന്നു. അവൾ വളർന്നുവെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു. പക്ഷേ ജീവിതം ഒരിക്കലും ഒരിടത്തും നിൽക്കില്ലല്ലോ. ഒരു ദിവസം ആ വീട്ടിൽ നിന്നും മാറിപ്പോകേണ്ടി വന്നു. പുതിയ സ്ഥലം, പുതിയ ആളുകൾ, ചെറിയ വീട്, മുറ്റമില്ല, നീർമാതളമില്ല. അവൾക്ക് തോന്നി തൻ്റെ സന്തോഷം അവിടെ വെച്ച് മറന്നുപോയെന്ന്. ആ നഗരജീവിതം അവളെ ശാന്തയാക്കിയില്ല. ശബ്ദങ്ങൾ, തിരക്ക്, അകലം സൃഷ്ടിക്കുന്ന ബന്ധങ്ങൾ, ഇവയൊക്കെ അവളുടെ ഉള്ളിലെ കുട്ടിയെ മിണ്ടാതാക്കി. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്, നീർമാതളം പൂക്കുന്ന കാലം വെറുമൊരു കാലമല്ല. അത് മനസ്സിൻ്റെ ഒരവസ്ഥയാണ്, ഒരു സുരക്ഷിതത്വത്തിൻ്റെ ഓർമ്മയാണ്, വീടെന്ന ഒരു വികാരമാണ്. ഇപ്പോൾ അവൾ വളർന്നിരിക്കുന്നു. പക്ഷേ എവിടെയോ ഉള്ളിൽ ഇനിയും ഒരു കുട്ടിയുണ്ട്. അവൾ ഇന്നും നീർമാതളം പൂക്കുന്ന മുറ്റം സ്വപ്നം കാണുന്നു. നമ്മൾ എല്ലാവരും എവിടെയോ ഒരു നീർമാതളം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. അത് പൂത്ത കാലം തിരികെ വരില്ലായിരിക്കാം. പക്ഷേ അതോർക്കുമ്പോൾ മനസ്സൊന്ന് ശാന്തമാകുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ ബാല്യകാലത്തിലേക്ക് തിരിച്ചു പോകാം.